പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി പരിഹസിക്കുകയാണ് ബോളിവുഡ് താരവും ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള എംപിയുമായ കങ്കണ റണാവത്ത്. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ രാഹുൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് അവരുടെ ഈ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹത്തെ, അതായത് രാഹുൽ ഗാന്ധിയെ കേട്ടിരിക്കുക എന്നത് വളരെ അരോചകമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല മാനസിക ആഘാതങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കുട്ടിക്കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു മാജിക് ഷോയെക്കുറിച്ച് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഒരു മാന്ത്രികൻ അദ്ദേഹത്തെ ചങ്ങലയിൽ കെട്ടിയിട്ട കഥയാണ് അയാൾ പറയുന്നത്. രാത്രിയിൽ അദ്ദേഹത്തിന് വിറയൽ അനുഭവപ്പെടുമായിരുന്നു. മുത്തശ്ശി അദ്ദേഹത്തിന് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നാൽ ഇത് തീർത്തും അസംബന്ധമാണ്. സ്പീക്കർ അദ്ദേഹത്തോട് ആ പ്രസംഗം നിർത്താൻ പോലും പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ഇത് ആസ്വദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആസ്വദിക്കണം എന്നായിരുന്നു. രാഹുലിന്റെ ഈ പ്രസംഗം വല്ലാത്തൊരു ശല്യമായിരുന്നു എന്നാണ് കങ്കണ പറഞ്ഞത്. അദ്ദേഹത്തോട് പ്രസംഗം നിർത്താൻ സഭാധ്യക്ഷൻ ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ ഈ പ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധി പാർലമെന്റിനെ പരിഹസിക്കുകയായിരുന്നു എന്നും വാർത്താ ഏജൻസിയോട് കങ്കണ പ്രതികരിച്ചു. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ വനിതാ സംവരണവുമായി യാതൊരു ബന്ധവും ഇല്ലെന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും മറ്റ് ചെറിയ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം തട്ടിയെടുത്ത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭൂപടം തന്നെ മാറ്റി വരയ്ക്കാനുള്ള സർക്കാരിന്റെ ഒരു ശ്രമമാണ് ഇതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. പലപ്പോഴും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കങ്കണ റണാവത്ത്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാഹുലിനെ അവർ പരിഹസിച്ചിരുന്നു. കോൺഗ്രസിന് ഇനിയെങ്കിലും സ്വയം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഒരു മികച്ച മുഖം തേടണമെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ കോൺഗ്രസ് ലജ്ജിക്കുന്നു എന്ന് താൻ കരുതുന്നതായും കങ്കണ പറഞ്ഞിരുന്നു. ആരിൽ നിന്നാണ് രാഷ്ട്രീയം പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് നമ്മൾ പഠിക്കണമെന്നും ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹമെന്നും കങ്കണ പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ എന്ത് ചെയ്യരുത് എന്നതാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും പഠിക്കുന്ന പാഠമെന്നും യാതൊരു പക്വതയും ഇല്ലാത്ത അവിവേകിയായ ഒരു നേതാവാണ് രാഹുൽ എന്നും കങ്കണ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയെ വഷളാക്കപ്പെട്ട കുട്ടി എന്നർത്ഥം വരുന്ന രാജ ബേട്ട എന്നും കങ്കണ വിശേഷിപ്പിച്ചിരുന്നു. പാർലമെന്റിൽ പോലും മര്യാദ പാലിക്കാത്ത ആളാണ് രാഹുൽ എന്നും അവർ കുറ്റപ്പെടുത്തുകയുണ്ടായി. തനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമില്ല, എന്നാൽ രാഹുൽ ഗാന്ധി രാജ്യത്തിന് തന്നെ അപകടമാണ്. ആഗോള വേദികളിൽ പോലും അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും രാജ്യത്തെയും സമ്പദ് വ്യവസ്ഥയെയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൈകളിലെ ഒരു പാവ മാത്രമാണ് രാഹുൽ ഗാന്ധി. അയാളുടെ IQ എത്ര താഴ്ന്നതാണെന്ന് കണക്കിലെടുക്കുമ്പോൾ അയാൾ ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പ്രതിപക്ഷത്താണെങ്കിലും നമ്മൾ ഇതിലും മികച്ച ഒരാളെ അർഹിക്കുന്നു എന്നും കങ്കണ പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നുവെങ്കിലും ജവഹർലാൽ നെഹ്റു അതിന് സമ്മതിച്ചില്ല. എന്നാൽ ഗാന്ധിജിയുടെ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നാണ് താൻ കരുതുന്നത്. കോൺഗ്രസിന് ഇനി വലിയ ഭാവിയൊന്നും താൻ കാണുന്നില്ല. എന്നാൽ അവർക്ക് സ്വയം രക്ഷപ്പെടണമെങ്കിൽ ആദ്യം രാഹുൽ ഗാന്ധിക്ക് പകരം പുതിയ ഒരു മുഖം ആവശ്യമാണെന്നും കങ്കണ പറയുന്നു. പലപ്പോഴും ഗൗരവതരമായ കാര്യങ്ങൾ രാഹുൽ പറയാറുണ്ടെങ്കിലും ഈ പഴയ കഥകളും മുത്തശ്ശിയുടെ കഥകളുമൊക്കെ ആവർത്തിച്ച് പറയുന്നത് വല്ലാത്ത ബോറടി തന്നെയാണ്. ഗാന്ധി കുടുംബവും കോൺഗ്രസ്സുകാരും മാത്രമല്ല ഈ പാർലമെന്റിലെ പ്രസംഗം കേൾക്കുന്നത് എന്നുകൂടെ രാഹുൽ ഓർമ്മിക്കണം. അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പേരുകൾ പറഞ്ഞ് കയ്യടിയും വോട്ടുകളും നേടുന്ന കാലം കഴിഞ്ഞുപോയി എന്ന സത്യം രാഹുൽ മനസ്സിലാക്കണം. ആ കാലം ഇനി ഒരിക്കലും തിരികെ വരാനും പോകുന്നില്ല.